ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കാം. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കമന്റ് ഇട്ടിരുന്നു, എന്താണ് അടുത്ത വീഡിയോ ആയിട്ട് വേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ജേണൽ സപ്ലൈസ് ആണ്. ഇത് ഞാൻ പർപ്പിൾ തീമിലുള്ള ജേണൽ സപ്ലൈസ് ആണ് ഉണ്ടാക്കാൻ പോണത്. അതായത് ആദ്യം തന്നെ നമുക്ക് ബുക്ക് ഉണ്ടാക്കാം. കുറച്ച് A4 ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം ഞാൻ ഫസ്റ്റ് ഡിസൈൻ ആട്ടോ കൊടുക്കുന്നത്. അതായത് നമ്മൾ ബുക്ക് ഉണ്ടാക്കുന്നില്ല, അതിന്റെ ഫ്രണ്ട് പേജ് ഡിസൈൻ ആണ് ഞാൻ ഇവിടെ ചെയ്യണം കേട്ടോ. പേസ്റ്റൽ കളേഴ്സ് ആണ് യൂസ് ചെയ്യണത്. ആദ്യം കുറച്ച് ഡിസൈനൊക്കെ വരച്ചു കൊടുത്തിട്ട് അതിൽ ഫുള്ളൊക്കെ ഫില്ല് ചെയ്തിട്ട് പിന്നെ ഞാൻ ഈ ഗ്രിഡാണ് ഇവിടെ വരച്ചു കൊടുക്കാൻ കേട്ടോ. ഗ്രിഡ് വരച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ സെറ്റ് ആക്കി കൊടുക്കും. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് ഇല്ലേ, കാർഡ്ബോർഡ് വെച്ചിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇവിടെ കാർഡ്ബോർഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് A4 ഷീറ്റ് ഇതേപോലെ മടക്കി ആ ഗ്ലൂ കൊണ്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ നമ്മുടെ ബുക്ക് റെഡി. എക്സ്പെൻസീവ് ആയ ജേണൽ ബുക്കൊക്കെ വാങ്ങുന്ന കണ്ടില്ലത് നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചെയ്യണതല്ലേ. അപ്പൊ അങ്ങനെ ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാം. പാറ്റേൺ പേപ്പേഴ്സിന് ഇതേപോലെ ഒരു A4 ഷീറ്റ് എടുക്കുക, 4 പീസസായി മടക്കി കൊടുത്ത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ഡിസൈൻസ് അതിൽ വരച്ചെടുക്കാം. അതായത് പാറ്റേൺസ്, ഓരോ പാറ്റേൺസ് അങ്ങോട്ട് വരച്ചെടുത്താൽ നമ്മൾ പാറ്റേൺ പേപ്പേഴ്സ് സെറ്റായി കിട്ടും. നമ്മളെ ജേണലിൽ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഈ പാറ്റേൺ പേപ്പേഴ്സ്. ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അത് ഞാൻ വരച്ചത് ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ. അടുത്തത് വരക്കാൻ പോണത് നമ്മളെ ഫ്ലവർ ഇല്ലേ, ചെറിയ ചെറിയ ഫ്ലവറിന്റെ പാറ്റേൺ ആണ് അടുത്ത വരക്കണത്. അതും കഴിഞ്ഞ് ഇനി അടുത്ത് ഞാൻ വരക്കാൻ പോണത് 4എണ്ണമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. 2 ഇനിയിപ്പോൾ 2 കൂടി ഉണ്ടാക്കട്ടെ. പിന്നെ ഒന്ന് ഞാൻ ഗ്രിഡും പിന്നെ ഞാനൊരു ഹാർട്ട് ഷേപ്പും കൂടിയാണ് വരച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ജേണൽ കിറ്റ് ഞാൻ കുറച്ചും കൂടെ ഉണ്ട്. ഇത് പാർട്ട് 1 ആണ്. ഇനിയും കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനുണ്ട്. വീഡിയോയിലില്ല, അടുത്ത വീഡിയോയിൽ വരും. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുന്നുള്ളൂ. നമ്മുടെ ചാനലിലെ ഗിവ് അവേ 5K നമ്മളാണ് വിന്നറാണ് ചെയ്യാൻ. നമ്മളിപ്പോൾ 4K 4.7K കഴിയാനായിട്ടുണ്ട്. ഇനി 5K ആവാൻ കുറച്ചും കൂടി ഉള്ളൂ. അങ്ങനെ 4 പാറ്റേൺ പേപ്പേഴ്സ് നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ സ്റ്റിക്കറാണ്. ആദ്യം റൗണ്ട് ഷേപ്പ് ഓരോന്ന് വരച്ചെടുത്തിട്ട് നമ്മൾ പർപ്പിൾ കളറോടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ശേഷം അതിൽ ഓരോ ഡിസൈൻ ഞങ്ങൾ വരച്ചെടുക്കണം. ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സ് ആണ് വരച്ചു കൊടുക്കണം എന്നുള്ളത്. അതായത് നമ്മളെ വിൻറ്റേജ് തീം ജേണലൊക്കെ ഉണ്ടാവില്ലേ, ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ്, അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ എടുക്കുക, അതിൻ്റെ മേലെ ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ട് ഈ ഫ്ലവേഴ്സ് ഒന്ന് അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് ഒന്ന് വെച്ചു കൊടുക്കുക. ശേഷം അതിൻ്റെ മേലെ കൂടെ ഒരു സെല്ലോ ടാപ്പ് പിന്നെ ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലേ. ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അത് നോക്കി ചെയ്താൽ മതി കേട്ടോ.
നമുക്ക് അടുത്തത് കോഡ്സ് എഴുതി കൊടുക്കും. നമ്മൾ ഉണങ്ങാൻ വെച്ച ഡ്രൈ ചെയ്യാൻ വെച്ച പേപ്പേഴ്സ് ഇല്ലേ, അതിൽ നമുക്ക് കുറച്ച് കോഡ്സ് ഒക്കെ എഴുതി കൊടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ മോട്ടിവേഷണൽ സ്റ്റിക്കേഴ്സും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സ്ക്രാപ്പ് പേപ്പേഴ്സ്, അത് എനിക്ക് 2-3 ചെറുതായിട്ട് പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പ് എടുത്തുകൊണ്ടാണ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇനി നമുക്ക് മോട്ടിവേഷണൽ സ്റ്റിക്കേഴ്സിന് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഹെഡിങ്ങിനായിട്ട് നമുക്ക് ആ സ്റ്റിക്കറിൻ്റെ മേലെ ഒരു A4 ഷീറ്റോട് വരച്ചു കൊടുത്ത് പെയിൻറ്റ് അടിച്ചെടുക്കാം. അതൊന്ന് ഡ്രൈ ആകുന്ന നേരം നമുക്ക് അടുത്തതിൽ പേര് എഴുതാം. ഒന്ന് എടുത്ത് വെക്കാം. ഇനി അടുത്തത് നമുക്ക് ഈ സ്ക്രാപ്പ് പേപ്പേഴ്സ് ഉണ്ടല്ലേ, ഇതിൽ ഞാൻ 2-3 ഇനി അടുത്തത് നമുക്ക് കുറച്ച് സ്റ്റാമ്പ്സ് ഉണ്ടാക്കാം. സ്റ്റാമ്പ്സിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കട്ടിയുള്ള പേപ്പേഴ്സ് ആട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കുറച്ച് എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ സ്റ്റിക്കേഴ്സും പിന്നെ മോട്ടിവേഷണൽ സ്റ്റിക്കേഴ്സും പിന്നെ അതുപോലെ തന്നെ സ്ക്രാപ്പ് പേപ്പേഴ്സ് ആൻഡ് പാറ്റേൺ പേപ്പേഴ്സ്, അങ്ങനെ ബുക്ക് പിന്നെ സ്റ്റാമ്പ്സ്, ഇത്ര ഐറ്റംസ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനിയും ഐറ്റംസ് ഉണ്ട്, വാഷിംഗ് ടൈംസ്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഇനിയും വരാണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ഇടുന്നതായിക്കോട്ടോ. ഇപ്പോൾ കുറച്ച് ഐറ്റംസേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ ജേർണൽ സെറ്റ് സപ്ലൈസ് എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ചാനലിൽ ഗിവ് വരും മറക്കണ്ട, എല്ലാവരും അതിൽ പോയി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ഏത് വീഡിയോ വേണ്ടെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.